ഹലോ ഗൈസ്, ഫുഡ് ഡെലിവറി ബോയ്സോ അതോ സഞ്ചരിക്കുന്ന പരസ്യക്കടകളോ? വെറുതെ അല്ല പറയുന്നത്. കാരണം ഈ ഫുഡ് ഡെലിവറി മേഖലകളിൽ ഡെലിവറി ബോയ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കറിയാം അവരിട്ടേക്കുന്ന ഷർട്ടുകൾ, അവരിട്ടേക്കുന്ന റെയിൻകോട്ടുകൾ, അവരുപയോഗിക്കുന്ന ഹെൽമെറ്റുകൾ, അവരുപയോഗിക്കുന്ന ബാഗുകൾ, എല്ലാത്തിനകത്ത് കമ്പനിയുടെ പ്രൊമോഷൻസ് കാണും. തീർച്ചയായിട്ടും കാണും. ആ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഉദാഹരണത്തിന് സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ യൂണിഫോമിൻ്റെ ബാക്കിൽ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി, ഫ്രണ്ടിലൊരു എംബ്ലം, അവരുപയോഗിക്കുന്ന ഹെൽമെറ്റിനകത്ത് ഒരു എംബ്ലം, പിന്നെ എന്തിനു പറയുന്നു, അവരുടെ ബാഗിനകത്ത് വരെ അവർ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. സ്വിഗ്ഗിയുടെ തന്നെ, വേറെ കമ്പനിയുടെ ഒന്നല്ല, സ്വിഗ്ഗിയുടെ സൊമാറ്റോയുടെയും തന്നെ പ്രൊമോഷൻസ്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് എപ്പോഴും എവിടെ വെച്ച് വേണമെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ ഇതിനകത്തൊരു കള്ളിയുണ്ട്. അതായത് ഇത്രയും പ്രൊമോഷൻസ് ഈ ഡെലിവറി റൈഡേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സൗജന്യമായിട്ടല്ല. ഈ ഒരു യൂണിഫോം കൊടുക്കുന്നതാണെങ്കിൽ തന്നെ, ഈ ഒരു ബാഗ് കൊടുക്കുന്നതാണെങ്കിൽ തന്നെ, ഈ ഒരു റെയിൻ കോട്ട് കൊടുക്കുന്നതാണെങ്കിൽ തന്നെ, ഈ ഒരു ഹെൽമെറ്റ് തന്നെ കൊടുക്കുന്നതാണെങ്കിൽ തന്നെ ഇതൊന്നും സൗജന്യമായിട്ടല്ല. ഇതിനെല്ലാം കമ്പനി നല്ല രീതിയിൽ ഇവരിൽ നിന്ന് പൈസ ഈടാക്കുന്നുണ്ട്. സൊമാറ്റോയ്ക്ക് ഏകദേശം ഒരു ഫുൾ കിറ്റ് കിട്ടണമെങ്കിൽ 1600 രൂപയും സ്വിഗ്ഗിക്ക് ഏകദേശം ഒരു 1000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിനകത്ത് തന്നെ ഈ ഷർട്ടോ വല്ലതും കീറിപ്പോയാലോ എക്സ്ട്രാ വീണ്ടും പൈസ അടച്ച് നമ്മൾ പുതിയ തന്നെ വാങ്ങണം. അല്ലാതെ ഇത്രയും പരസ്യം തരുന്നുണ്ട്, കമ്പനി നമുക്ക് ഫ്രീ ആയിട്ടായിരിക്കും തരുന്നത് എന്ന് ആരും വിചാരിക്കണ്ട. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ, അതായത് അവരുപയോഗിക്കുന്ന ബാഗ് തന്നെ, ബാഗ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അവരെ ശമ്പളം, അതായത് 2 മാസം ശമ്പളത്തിൽ നിന്നുള്ള പൈസ പിടിച്ചിട്ടായിരിക്കും കമ്പനി പുതിയ ബാഗ് നമുക്ക് തരുന്നത്. നമുക്കുടനെ ബാഗ് വരും, നമ്മൾ വിചാരിക്കുമോ ഫ്രീ ആയിട്ടായിരിക്കും കിട്ടുമെന്ന്. പക്ഷെ അവർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ്സിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒരു കട്ടിങ് ഉണ്ടായിരിക്കും. എന്നിട്ട് കമ്പനി പരസ്യം കൊടുക്കുന്നു. നമുക്കറിയാലോ റിലയൻസിൻ്റെ കാര്യം. റിലയൻസ് ട്രെൻഡ്സിൽ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ ചെന്നു, അവിടെ ഒരു കവർ കിട്ടും. നമ്മൾ കൈക്കകത്തും മറ്റേ കിറ്റിനകത്തൊക്കെ ഇല്ലേ വാരി എടുത്തുകൊണ്ട് പോകുന്നത്. അതിൻ്റെയൊക്കെ പ്രൊമോഷൻസ്, അതിനൊക്കെ ഇത്രയും, ഞാൻ ഒരു 3000 രൂപയ്ക്ക് 5000 രൂപയ്ക്ക് ഡ്രസ്സ് വാങ്ങിച്ചു, പക്ഷേ എനിക്ക് അവിടുന്ന് കവർ തന്നില്ല. കവർ തരാത്തതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ പരസ്യം വെച്ചിട്ടുള്ള കവറാണ് കൊടുക്കുന്നതെങ്കിൽ ആ സ്ഥാപനത്തിന് കവറിന് പൈസ ഈടാക്കാൻ അധികാരമില്ല എന്നൊരു നിയമമുണ്ട്. പക്ഷേ ആ ഒരു നിയമങ്ങളെല്ലാം നമ്മളിവിടെ ലംഘിക്കപ്പെടുകയാണ്. ഒരാൾ ഇട്ടേക്കുന്ന ഡ്രസ്സിനകത്ത് തന്നെ പരസ്യം വെച്ചിട്ട് ആ ഒരു ഡ്രസ്സിന് പൈസ കൊടുത്ത് വാങ്ങിച്ച് ആ ഒരു ഡ്രസ്സ് ഇട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത്. ചോദിക്കാൻ ആരും കാണത്തില്ല. കാരണം സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിൽ നിന്നാണ് ചിലരെങ്കിലും ഈ ഡെലിവറി ബോയ്സിന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു IT, അതായത് യുവ IT എഞ്ചിനീയർ നേടുന്ന ശമ്പളത്തിനെക്കാട്ടി 2 ഇരട്ടി ശമ്പളമാണ് ഒരു ഫുഡ് ഡെലിവറി ആപ്പിൽ വർക്ക് ചെയ്യുന്നതിലൂടെ നേടുന്നത്. ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച്. ഫുഡ് ഡെലിവറി ആപ്പും, അതായത് ഫുഡ് ഡെലിവറി ബോയും, പിന്നെ ഒരു യുവ IT എഞ്ചിനീയറും. IT എഞ്ചിനീയർക്ക് ജോയിൻ ചെയ്യുന്നിടത്ത് ഏകദേശം കിട്ടുന്നത് 20,000 രൂപ 25,000 രൂപ ശമ്പളം. അതേസമയം മുംബൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു സൊമാറ്റോ ഡെലിവറി ബോയ്സ് വാങ്ങുന്നത് 50,000 രൂപ ശമ്പളം. അതിൽ നിന്ന് ഒരു കമ്പാരിറ്റിവിറ്റി നമുക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും. കുറച്ച് കഷ്ടപ്പെടുന്ന പണി തന്നെയാണ്. രാവിലെ ഇറങ്ങണം, വെയിൽ കൊള്ളണം. IT എഞ്ചിനീയർക്ക് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന അതൊന്നുമല്ല. അവരുപയോഗിക്കുന്ന ഡ്രസ്സിനകത്ത് വരെ പരസ്യം ചെയ്തിട്ട്, അവരെ ബാഗിനകത്ത് വരെ പരസ്യം ചെയ്തിട്ട് അവർക്കത് സൗജന്യമായിട്ട് കൊടുത്തുകൂടെ നിങ്ങൾക്ക്? വേറൊന്നുമല്ല, എൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ വാങ്ങുന്നത് 2 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷവും ഒക്കെ ആയിരിക്കും. ഈ ഒരു ഡെലിവറി ഏജൻറ്റിനെ കാട്ടി മുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചെയ്തൂടെ?